അസ്സലാമു അലൈക്കും. ഇതാണ് എൻ്റെ പുന്നോട് മുസ്ലിം ജമാഅത്ത്. കണ്ട, ഇത് ഖബർസ്ഥാനിയാണ്. ഇതിലേ കൂടെയാണ് നമ്മളെ വീട്ടിൽ പോണ വഴി. ഇവിടെ ആദിത്യ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. ഇതിലേ കൂടെയാണ് നമുക്ക് നടവഴിയുള്ളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഓട്ടോ വിളിച്ച് വന്ന് മോക്ക് വെയിറ്റൊക്കെ തീരെ കുറവാണ്, 23 കിലോയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഖബർസ്ഥാനി. അങ്ങ് മതിൽ കാണുന്നില്ലേ, അങ്ങ് വരെയുണ്ട്. ഞാൻ പോയിട്ട് മസ്റുമോളയിൽ ക്യാമറ കൊടുത്തിട്ട് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അവളെ കാണിക്കാത്തത്. ഇവിടെ ആട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പോയി എൻ്റെ മോനും മറ്റുള്ളവർക്കും എല്ലാവർക്കും സലാം പറഞ്ഞിട്ട് വരാം. എന്നും ജോലി കഴിഞ്ഞിട്ട് ഇവിടെ ആയതിനു ശേഷം സലാം പറഞ്ഞിട്ടാണ് വരണത്. അങ്ങ് ഇറങ്ങൂല, അവിടെ ഒരു മതിലുണ്ട്, അങ്ങ് ഇറങ്ങൂല. ഞാൻ പോയി സലാം പറഞ്ഞിട്ട് വരാം. ഉമ്മമാർ ജീവിച്ച് ഇരിക്കവേ മക്കൾ മരിക്കുമ്പോഴുള്ളൊരു ദുഃഖം നിങ്ങൾക്ക് അറിയാമല്ലോ. മോള് മൊബൈൽ പിടിച്ചോ. എൻ്റെ മോൻ്റെ ഖബർസ്ഥാനി പൈപ്പിൻ്റെ താഴെയാണ്. നമ്മളിപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മളൊരാളെ ഖബർ മാത്രമല്ല, ഒരുപാട് പേര് വാപ്പുമ്മ ബന്ധുക്കൾ എല്ലാവരും കിടക്കണം. 2 സലാം പറയും. ഒന്ന് എൻ്റെ എല്ലാവർക്കും, അതായത് ഈ ഖബറിലുള്ള എല്ലാവർക്കും. രണ്ടാമത് സലാം പറയണത് മകന് പ്രത്യേകിച്ച്. ഒരു ഉമ്മാക്ക് ഒരു മകൻ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന കഠിനം. ഇതാണ് നമ്മളെ വഴി. ഇത്ര വഴി നമുക്കുള്ളായിരുന്നു. ഈ പുല്ലുകൾ തീക്കുന്നില്ലേ, അത്ര വഴിയുള്ളായിരുന്നു. പിന്നെന്താണ്, എന്നും ഒരു തീരാവേദനയാണ് എനിക്ക് എൻ്റെ മകൻ. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ, ഒരു കുഞ്ഞിനെ എടുക്കാൻ കൊതിച്ച്. മസ്റുമോള് വന്നതിന് ശേഷം എനിക്ക് അവന് പകരം വയ്ക്കാൻ പറ്റില്ല. നമ്മളെ വഴിയാണ്, നമ്മൾ നടന്നു പോകണം. അവിടെ ഒരു ഓട്ടോ കിടക്കുന്ന, അവിടെ ഒരു ഷീറ്റ് വരെ ഉണ്ട് കേട്ടോ. അതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനിയിപ്പം ഇത് കുറഞ്ഞതിന് ശേഷം മോൾക്ക് ഈ മുഖത്തെ ഇത് മാറിയില്ലെങ്കിൽ നമുക്ക് മരുന്ന് ചെയ്യാം. പിന്നെ അലർജി ഇപ്പോൾ കൂടി നിൽക്കുന്ന സമയമാണ്, തുമ്മലും കാര്യവും എല്ലാം. അത് ഡ്രൈവിംഗ് സ്കൂൾ. ഞാൻ ഖബറിൻ്റെ അവിടെ നമുക്ക് എത്തിയെന്ന് ഞാൻ ഇപ്പോൾ നോക്കൂല. എന്നും പോയി സലാം പറയും. അസ്സലാമു അലൈക്കും മാത്രമല്ല, മയ്യത്ത് നമ്മുടെ ഖബറിൽ സലാം പറയുമ്പം അതിൻ്റെ കൂടെ കുറച്ച് വാക്കുകൾ ചേർക്കും. അതും കൂടെ പച്ച ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വഴി. നമുക്കൊരു നേർച്ചയുണ്ട് ഇവിടെ അടുത്ത്. അങ്ങനെ മക്കൾ നടന്നില്ലേ, ഞാൻ നേർച്ചയ്ക്ക് ഉമ്മായും 2 കുഞ്ഞു മക്കളും പോയിട്ടുണ്ട്. മിഫ്സൽ മോനും ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. മിഫ്സൽ മോന് ഇന്നും ഒരു ഡ്രസ്സ് കിട്ടി, എൻ്റെ മാമ കൊണ്ടുവന്ന്. മക്കളെ ഇപ്പുറത്തൂടെ നടത്തണ്ടല്ലത്തൂടെ. പിന്നെ ഇതാണ് നമ്മളെ വീട്. കണ്ടില്ലേ, നാളെ തൊട്ട് പണി തുടങ്ങിയാണ്. മാമച്ചി കൊണ്ടുവന്ന് കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കുളിമുറി വേണം, പിന്നെ ഒരു കുളിമുറി, പിന്നെ വയ്ക്കണത് ഒരു കഴുകണ സ്ഥലം വേണം, ഒരു കല്ല്. ഈ ബേക്ക് ഭാഗവും സൈഡൊന്നും പൂശിയില്ലല്ലോ,
അതൊന്ന് ശരിയാക്കണം. പിന്നെ ഒരു വേസ്റ്റ് കുഴി എടുക്കണം. ഭയങ്കര പട്ടിശല്യമാണ്. ഇപ്പം തന്നെ കണ്ട വീട്ടിൻ്റെ 4 ചുറ്റാകെ കിടന്നുറങ്ങും. കണ്ട, നിങ്ങൾ കാണുന്നുണ്ട? പട്ടി വീട്ടിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇവിടെ ആൾ താമസമില്ല, കോഴി ഫാമുണ്ട്. അതുകൊണ്ട് പോ പോ പോ, ഓടിപ്പോ 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 പട്ടി. കണ്ട, ഭയങ്കര ശല്യമാണ്. അങ്ങനെ നമ്മൾ ഗ്രില്ലിട്ടത്. ഇവിടെ അങ്ങ് ഒരു അടുക്കള ചെറിയ രീതിയിൽ. വീണ്ടും അവിടെ കിടക്കണ. പോ പട്ടി, ഭയങ്കര ശല്യമാണ് കേട്ടാ. എന്താ ഓടിപ്പോയി. ഒരെണ്ണം കണ്ട. ഈ കറുപ്പ് ഭയങ്കര ശല്യമാണ്. കറുപ്പ് രാത്രി ആയാൽ ഓട്ടമാണ്. അത് നമ്മൾ മേളിൽ കയറി കിടക്കാൻ സമ്മതിക്കൂല. നമ്മൾ മേളിൽ ഒരു എറി കിട്ടി കിടക്കാൻ സമ്മതിക്കൂല. കാര്യം എന്താണെന്നറിയാമോ? കാത്തു നിൽക്കാൻ ഇവിടെ കിടക്കാൻ. വെള്ളം വാപ്പൊരു ബാനർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലക്സ്. വീട്ടിൻ്റെ മുകളിൽ കണ്ടില്ലല്ലോ. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. നാളെ ഇൻഷാല്ലാ പണി കാണും. ഇന്നിപ്പത്തി കുറച്ച് ആക്രി കൊണ്ട് കൊടുക്കണം. ഉമ്മായും കൂടെ വരട്ടെ. ടെറസിൻ്റെ മേൽഭാഗം കണ്ട, വലിയ ടാങ്കാണ് വെച്ചേക്കുന്നത്, ചെറുതല്ല. പിന്നെ നല്ല വെയിലുണ്ട് ഇവിടെ. നോക്ക്, ഇത് പ്ലാസ്റ്റർ ചെയ്ത് ഇവിടെയൊക്കെ പൂഷണം. അപ്പോൾ മാമ പറഞ്ഞേ ഇവിടെ അങ്ങ് തുണി വെച്ച് അടയ്ക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അകത്താവും. ഒന്നാമത് മോക്ക് പൊടി അടിനോട് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ വീട് പണി അങ്ങ് കുട്ടപ്പനായി. പെയിൻ്റൊക്കെ അടിച്ചാൽ പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു. ഇനി എങ്ങനെയൊക്കെയാണോ എന്തോ. എല്ലാവർക്കും ഒരുവിധം സഹായിച്ച്. ഇപ്പോൾ കുളിമുറി വേണം. ഈ പൈപ്പിനകത്ത് മണ്ണിടണം. സിമൻറ്റ് കുഴച്ചിട്ടില്ലേ, അതാണ് ഇങ്ങനെ കെട്ടി വെച്ചേക്കണം കമ്പിൽ. കിണറിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഈ കിണറിന് ഒന്ന് ആളോടി കെട്ടണം ചുറ്റാകെ. പിന്നെ ഇവിടെയാണ് ബാത്റൂം കെട്ടാമെന്ന് വിചാരിച്ചത്, ഇവിടെ. കാരണം അപ്പം കുഴി അവിടെയല്ലേ, തോനെ പൈപ്പിൻ്റെ ആവശ്യം വരില്ല. ഇവിടെ ബാത്റൂം ഒരു സാധാ ബാത്റൂം. കാരണം മക്കൾക്ക് മറ്റേ യൂറോപ്യൻ അത് പറ്റുന്നില്ല. അതുകൊണ്ട് കുടുംബത്താണ് മക്കൾ കൂടുതലും പോണത്. ആൺകുട്ടിയൊക്കെ കുഴപ്പമില്ല, മസറും മോൾക്ക് പേടിയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ അടുക്കള, അവിടെ കന്നിമൂലയാണ്, അവിടെ പറ്റൂല. ഇവിടെ ചെറിയൊരു അടുക്കള കെട്ടാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഹോസ്പിറ്റലിൽ പോയതാ മൊത്തം മരുന്നാണ്. കാര്യങ്ങളെല്ലാം മേടിച്ച് കൊണ്ടുവന്ന് എൻ്റെ മക്കളെ സ്നേഹിക്കാൻ 10എങ്കിൽ 10, 100എങ്കിൽ 100. ഇത്രയും പേരുണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴേ ഹാപ്പിയാണ്. ഇവിടെ എൻ്റെ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം ഇടാനാണൊരു കുഴി. അപ്പോൾ ഇതാണ് ഇത്. ആ പട്ടി അവിടെ തന്നെ നടക്കുന്നുണ്ട്. ഇത് തെങ്ങ് കുഴി എടുത്തിട്ടേക്കണം. എന്താണെന്നറിയാമോ? വെള്ളക്കെട്ടുണ്ട്. എൻ്റെ പെരയുടെ ഇത്രയേ ഉള്ളൂ. ബാക്കി അത് 2 ആൺകുട്ടികൾക്കാണ്. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പണിതാ. ഇവിടുത്തെ പൈപ്പും ശരിയാക്കാനുണ്ട്. ഇതുകൊണ്ടാണ് ഈ തടിയൊക്കെ ഇവിടെ കിടക്കുന്നത്. ബാക്കി പണി നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഇവിടെ ഒന്ന് പൂശി പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ മാഷാ അല്ലാ എൻ്റെ വീട് അൽഹംദുലില്ലാ. എന്നാലും ഇവിടം വരെ എത്തിയില്ലേ പടച്ചോനെ. അതൊക്കെ ഞാൻ റബ്ബിനെ 1000 തവണ സ്തുതിക്കുന്നു. അതൊക്കെ പഴയ കഥകൾ പെയിൻ്റ് അടിച്ച് പോളിഷാക്കി. എല്ലാവരും പറഞ്ഞ് കാണാൻ ഒരു ബർക്കത്തുണ്ട്, ഒരു ലുക്കുണ്ട്. പിന്നെ ഇത് എല്ലാം കൊണ്ടും എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ച് ഞാൻ മദ്രസ സൗകര്യവും നമ്മൾ നോക്കിയത്. ഈ വീട് പലതവണ ഈ പെരയിടം കൊടുക്കാൻ നമ്മൾ ആലോചിച്ചുകൊണ്ട് കിടക്കണി. കാരണം അന്ന് ഉമ്മായും വാപ്പായും ഉമ്മച്ചിയുമായും എല്ലാവരും പറഞ്ഞു കൊടുക്കരുതേ. കാരണം എന്ന് വെച്ചാൽ കൊടുത്തു പോയാൽ നമുക്ക് എങ്ങടോ ഇല്ല. വാപ്പാൻ്റെ അവസ്ഥ അറിയാമല്ലേ. വാപ്പ വീട്ടിൽ ഉണ്ട് തോന്നുന്നു. പിന്നെ ഉപ്പാൻ്റെ കൃഷികളാണ് റോബസ്റ്റ് കാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബാങ്ക് കേൾക്കാറായി.